ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. MLA സ്ഥാനത്ത് തുടരും. തൃശൂരിൽ ലുലുമാൾ വരുന്നത് മുടക്കിയതിന്റെ തൊപ്പി പാർട്ടിയുടെ തലയിൽ വെക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യൂസഫ് അലി പറഞ്ഞ പാർട്ടി CPI അല്ലെന്നും ബിനോയ് വിശ്വം. ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രകുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചത് ആചാര ലംഘനമാണെന്ന് ദേവസ്വം. ക്ഷേത്രകുളത്തിൽ നാളെ പുണ്യാഹം നടത്തും. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. തൃശൂർ വെളിയന്നൂരിൽ 3 നില കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തി. പട്ടാമ്പി സ്വദേശി റിൻഷാദാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരു കഴിയുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയായി. നാളെയത്തം സമൃദ്ധിയുടെ പൂവിളിയുമായി പൂവിപണി ഉയർന്നു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നാളെ ഭീമൻ അത്തപ്പൂക്കളം ഒരുങ്ങും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ലൈംഗികാരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരും. രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുങ്ങും എന്നത് മുന്നിൽ കണ്ടാണ് തീരുമാനം. രാഹുലിന്റെ MLA സ്ഥാനം സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഗൌരവപരമാണെന്നും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചത് മാതൃകാപരമാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുലിനെതിരെ നിയമപരമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. തൃശൂരിൽ ലുലുമാൾ വരുന്നത് മുടക്കിയതിന്റെ തൊപ്പി പാർട്ടിയുടെ തലയിൽ വെക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹർജിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പരാതി വ്യക്തിപരമെന്ന്. വികസനം മുടക്കുന്ന നയമല്ല CPIയുടേത്. യൂസഫ് അലി പറഞ്ഞ പാർട്ടി CPI അല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ തൊപ്പി CPIക്ക് ചേരില്ല. CPI അർത്ഥപൂർണമായ വികസനത്തെ പിന്താങ്ങുന്ന പാർട്ടിയാണ്, അല്ലാതെ വികസനത്തിൻ്റെ വഴി മുടക്കുന്ന പാർട്ടിയല്ല. ഏതോ ഒരു പാർട്ടിയെപ്പറ്റി പറഞ്ഞു ആ തൊപ്പി ഞങ്ങൾക്ക് ചേരില്ല. CPI അല്ല പാർട്ടി. ഇപ്പോൾ ആഴ്ച കൊടുത്താൽ തന്നെ പറഞ്ഞല്ലോ യാതൊരു ബന്ധവും ഇല്ലെന്ന പാർട്ടിയായിട്ടും. എന്നിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയെ, ഈ പാർട്ടിയല്ല അതർപ്പിക്കാം. ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മൂല്യബോധം കോൺഗ്രസ് തീരുമാനിക്കട്ടെ. മുകേഷ് MLAയുടെ കേസുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങൾ കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്ത്രീകളുടെ അവകാശങ്ങളുടെ പാർട്ടിയാണ്. സ്ത്രീത്വം മാനിക്കപ്പെടണം. ഒരു പാർട്ടിയിലും ഒരു സമൂഹത്തിലും സ്ത്രീ ആണിൻ്റെ ആജ്ഞാനുവർത്തിയല്ല, സുഖഭോഗ വസ്തുവല്ല. തോന്നുമ്പോൾ എടുക്കാനും തോന്നുമ്പോൾ കളയാനുമുള്ള ചരക്കല്ല സ്ത്രീ. സ്ത്രീ ആണിനെ പോലെ തന്നെ സമൂഹത്തിൽ തുല്യാവകാശമുള്ള മഹത്തായ പ്രതിഭാസമാണ്. അവരെയാണ് സ്ത്രീ. ആ സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളെയും, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ, അവരുടെ ലൈംഗിക അവകാശങ്ങൾ തുടങ്ങിയ എല്ലാ അവകാശങ്ങളെയും പാർട്ടി മാനിക്കും. അതുകൊണ്ട് തന്നെ ഒരാണും സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ എന്ത് ചെയ്താലും തെറ്റാണ്. TCV തൃശൂർ. തൃശൂരിലെ ലുലുമാൾ നിർമ്മാണത്തിനെതിരെ കേസ് നൽകിയത് CPI നേതാവ്. CPI വരന്തരപ്പള്ളി മുൻ ലോക്കൽ സെക്രട്ടറി TN മുകുന്ദനാണ് പരാതി നൽകിയത് വ്യക്തിപരമായാണെന്നാണ് മുകുന്ദന്റെ വിശദീകരണം. പാർട്ടിക്ക് അതിൽ പങ്കില്ല. താൻ പാർട്ടി അംഗമാണ്. നെൽവയൽ പരിവർത്തനപ്പെടുത്തുന്നതിനെതിരെയാണ് പരാതി നൽകിയത്. സമ്പന്നനും സാധാരണക്കാരനും ഒരേ നീതി വേണം എന്ന് കരുതിയാണ് കേസ് നടത്തുന്നത്. ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി വിധി പറയാനായി വെച്ചിരിക്കുകയാണെന്നും കേസെന്നും മുകുന്ദൻ പറഞ്ഞു. അതില് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് ഉദ്ദേശിച്ചത് അത് എന്നെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഭൂമി അനധികൃതമായിട്ട് നികത്തിയിട്ടുണ്ടെന്നും അതിൽ കുളം കുഴിച്ചിട്ടുണ്ടെന്നും മതിൽ കെട്ടിയിട്ടുണ്ടെന്നും പുതുതായിട്ട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്ന് പറഞ്ഞ ഒരു വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. കൃഷി ഓഫീസർ ആണെങ്കിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ 2000 വരെ അതിൽ നെൽകൃഷി ചെയ്തിരുന്നെന്നും ഇരുപ്പൂ കൃഷി ചെയ്തിട്ടുണ്ടെന്നും അതിനെല്ലാവിധ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നും വളരെ കൃത്യമായ റിപ്പോർട്ട്. അനധികൃതമായി വയൽ നികത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അത് കുളം കുത്തിയിട്ടുണ്ട്, മതിൽ കെട്ടിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൃഷി ഓഫീസർ കളക്ടർക്ക് കൈമാറി. വസ്തുതാ റിപ്പോർട്ട് എന്ന രീതിയിൽ കളക്ടർ പ്രസക്ത ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയും
എല്ലാ വാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അന്തിമ ഉത്തരവിന് വേണ്ടി കോടതി അത് പെൻഡിങ് മാറ്ററായിട്ട് വെച്ചിരിക്കുകയാണ്. തൃശൂരിൽ ലുലുമാൾ ഉയരാൻ വൈകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ കാരണമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാനത്ത് ചർച്ചയായിരുന്നു. ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചത് ആചാരലംഘനമാണെന്ന് ദേവസ്വം. ഇതേ തുടർന്ന് ക്ഷേത്രക്കുളം പുണ്യാഹം നടത്താനും പൂജകൾ ആവർത്തിക്കാനും തീരുമാനിച്ചു. 6 ദിവസത്തെ പൂജകളും ശിവേലിയുമാണ് ആവർത്തിക്കുക. ഈ സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ടെമ്പിൾ പോലീസിൽ ദേവസ്വം പരാതി നൽകിയത്. ഇതിന് 3 ദിവസം മുൻപാണ് ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. ക്ഷേത്രക്കുള പരിസരത്ത് വീഡിയോ ചിത്രീകരിക്കുന്നതിന് നേരത്തെ നിരോധനമുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാഗമായ കുളത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുണ്ട്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. തൃശൂർ വെളിയന്നൂർ രാഷ്ട്രദീപിക റോഡിൽ വീടിന്റെ മുകൾ നിലയിലെ സൺഷെയ്ഡിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ ഫയർഫോഴ്സ് കീഴ്പ്പെടുത്തി. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഉദംഗഭരിതമായ നിമിഷങ്ങൾക്ക് ശേഷമാണ് യുവാവിനെ വലയിലാക്കി താഴെ എത്തിച്ചത്. പട്ടാമ്പി സ്വദേശി റിൻഷാദാണ് തിങ്കളാഴ്ച രാവിലെ 11:30 രാഷ്ട്രദീപിക റോഡിലുള്ള 3 നില വീടിന്റെ സൺഷെയ്ഡിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വീടിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ശേഖരിച്ച ഓടും ചില്ലുകഷ്ണങ്ങളും കയ്യിലേന്തി ഇടയ്ക്കിടെ എറിഞ്ഞ് ഭീഷണി മുഴക്കിയ ഇയാളെ 2:15 ഫയർഫോഴ്സ് സംഘം മുകൾ നിലയിൽ നിന്ന് വലയിട്ട് പിടികൂടിയത്. യുവാവ് അക്രമാസക്തനായി ചില്ലും ഓടും താഴേക്കെറിയാൻ തുടങ്ങിയതോടെ പോലീസും ഫയർഫോഴ്സും സമ്മർദ്ദത്തിലായിരുന്നു. മുകൾ നിലയിൽ കയറിയ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പാരപ്പറ്റിനടുത്ത് നിന്ന് ആദ്യം ഇയാൾക്ക് നേരെ വലയിട്ടെങ്കിലും അതിൽപ്പെടാതെ യുവാവ് സൺഷെയ്ഡിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു. തുടർന്ന് വീണ്ടും നടത്തിയ ശ്രമത്തിൽ പിടിയിലാവുകയായിരുന്നു. താഴേക്കിറക്കിയ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നാണ് സൂചന. ദേഹമാസകലം പെയിന്റ് പുരട്ടിയാണ് യുവാവ് കെട്ടിടത്തിന്റെ മുകളിൽ കയറിയത്. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ആത്മഹത്യാ ഭീഷണിയും ആക്രമണ ഭീഷണിയും മുഴക്കിയത്. ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഇയാളുടെ ആധാർ കാർഡ് കണ്ടുകിട്ടിയപ്പോഴാണ് പേരും സ്ഥലവും പോലീസിന് മനസ്സിലായത്. താഴെ ഇറക്കിയ നേരത്ത് യുവാവിന്റെ പരിചയക്കാരായ 2 പേർ സ്ഥലത്തെത്തി. അവരിൽ നിന്നാണ് യുവാവ് പ്രണയനൈരാശ്യം മൂലം 4 ദിവസം മുമ്പ് വീട് വിട്ടിറങ്ങിയതാണെന്നും മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നും വ്യക്തമായത്. TCV തൃശൂർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് അഴിയുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയായി. ഏറെക്കാലമായി ദേശീയപാതയിൽ നിലനിന്നിരുന്ന വൻ ഗതാഗതക്കുരുക്കിനാണ് ആശ്വാസമാകുന്നത്. വാഹനങ്ങൾ ഇപ്പോൾ സുഗമമായി ഓടുന്നു. എങ്കിലും രാവിലെയും വൈകിട്ടും കുറച്ചു വാഹനങ്ങൾ ബദൽ റോഡുകളിലേക്ക് കടത്തിവിടുന്നുണ്ട്. സാധാരണ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ നീണ്ടുകിടക്കാറുള്ള തിങ്കളാഴ്ച ദിവസങ്ങളിലെ ദുരവസ്ഥയ്ക്കും പരിഹാരമാവുകയാണ്. സർവീസ് റോഡുകൾ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ ദേശീയപാത പ്രോജക്ട് ഡയറക്ടറുടെ പാലക്കാടുള്ള ഓഫീസ് ഉപരോധിച്ചിരുന്നു. പിന്നീട് ചാലക്കുടിയിൽ ചർച്ചയ്ക്കെത്തിയ പ്രോജക്ട് എഞ്ചിനീയറെയും തടഞ്ഞുവെച്ചു. ഇതോടെ പ്രശ്നം ഗൗരവമുള്ളതായി മാറി. ചാലക്കുടി DYSP എത്തിയാണ് ഉദ്യോഗസ്ഥനെ മോചിപ്പിച്ചത്. അനുരഞ്ജനം എന്ന നിലയിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ടാറിംഗ് നടത്താമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. തുടർന്ന് 2 രാത്രികളിലെ ഇരുഭാഗത്തെയും റോഡുകൾ ടാറിംഗ് നടത്തി. ആദ്യ ദിവസം ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുകയും ചെയ്തു. TCV ന്യൂസ് ചാലക്കുടി. ഇടവേള. ഗോബോ നന്ദിയുടെ T-Martൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. നാളെ പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം നാൾ. മലയാളക്കര തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഏറെ പറഞ്ഞിട്ടും കേട്ടിട്ടും മലയാളിക്ക് മതിവരാത്തൊരു കഥയുണ്ടെങ്കിൽ അത് ഓണനാളുകളെ കുറിച്ചായിരിക്കും.
ദാനശീലനായ ഒരു മഹാരാജാവിന്റെ പത്തരമാറ്റുള്ള പ്രജാസ്നേഹത്തിന്റെ പാടിപ്പതിഞ്ഞ ശീലുകളുടെ ഐതിഹ്യ പെരുമയാണിത്. അത്തം മുതൽ മലയാളക്കരയാകെ കേട്ടുതുടങ്ങും ആ താളം. നാട്ടുവഴികളും നഗരവീഥികളും അണിഞ്ഞൊരുങ്ങുകയാണ്. വീട്ടുമുറ്റങ്ങൾ പൂക്കളങ്ങളാൽ നിറച്ചാർത്തണിയും. മണ്ണിലും മനസ്സിലും ഏഴഴകിന്റെ ആഹ്ലാദമഴവിൽ ചന്തം മിഴിവേകും. ഓണവിപണിയും ഉണരുകയാണ്. വസ്ത്രഗൃഹോപകരണശാലകളിൽ തിരക്കേറുന്നു. വഴിയോര കച്ചവടക്കാർക്കും ഇത് പ്രതീക്ഷയുടെ പൂക്കാലം. ഓണനാളുകളെ വെച്ച് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇത്ര നാളും മഴയൊക്കെയായിരുന്നു. ഈ മഴ മാറി നല്ല കാലാവസ്ഥയിൽ നിൽക്കണ്. നല്ല രീതിയിൽ കച്ചവടം കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അത്തം 10 തിരുവോണമാണ്. ആ കാത്തിരിപ്പിനും ഒരുക്കത്തിനും അകമ്പടിയായി മനുഷ്യരെല്ലാം ഒന്നായി നിന്ന കള്ളവും ചതിയുമില്ലാത്ത ഒരു മാവേലി നാടിന്റെ തുടിപ്പാട്ടുകളുണ്ട്. പുലരികളിൽ നിറയുന്ന പൂവഴകിന്റെ നിറമിഴി ചന്തമുണ്ട്. ആഹ്ലാദ പൂത്തിരിയുമായി നല്ലൊരു നാളെയിലേക്ക് കാൽവയ്ക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ ആരുറപ്പുമുണ്ട്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കരിമേഘങ്ങളൊക്കെ നീങ്ങട്ടെ. ഉത്സവാരവങ്ങളുടെ നിറങ്ങളിൽ നീരാടി മനസ്സിന്റെ പൂമുഖത്ത് ശുഭപ്രതീക്ഷയുടെ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി നമുക്ക് ഓണനാളുകളെ വരവേൽക്കാം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ. സർക്കാരിന്റെ മുന്നിൽ വികസനം കടമയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സി അച്യുതമേനോൻ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ജീവിതാവസ്ഥയുടെ മാറ്റമാണ് വികസനം. ഇടതുപക്ഷത്തിന്റെ വികസനത്തിന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. വലതുപക്ഷം പറയുന്നത് വികസനം പണമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അച്യുതമേനോൻ സ്മൃതിയിൽ മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് അനുസ്മരണം പ്രഭാഷണം നടത്തി. കിസാൻ മസ്ദൂർ ശക്തി സംഘ് സ്ഥാപകൻ നിഖിൽ ഡേ സ്മാരക പ്രഭാഷണം നടത്തി. ജനങ്ങൾ അധികാരികളായി ആ ഭിന്നിപ്പിന്റെ ശേഷവും വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. കോടാലിക്കാട് മേഖലയിലാണ് 3 കാട്ടാനകൾ ഇറങ്ങിയത്. തെങ്ങുകളും വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്തി. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ കാട്ടാനകൾ ഇറങ്ങി പ്രദേശത്തെ ഫാമിലെ ചെടികളും സാധന സാമഗ്രികളും നശിപ്പിച്ചിരുന്നു. എറവ് ആറാങ്കല്ലിൽ KCB വൈദ്യുതി ലൈനിലൂടെ അമിത വൈദ്യുതി പ്രവഹിച്ച് വീടുകളിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി പരാതി. പുതിയതായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിൽ നിന്ന് വേണ്ട മുൻകരുതലെടുക്കാതെ അമിത വൈദ്യുതി പ്രവഹിപ്പിച്ച് വീട്ടിലെ ഉപകരണങ്ങൾ കേടുവരുത്തിയതിൽ കണ്ടശാങ്കടവ് സെക്ഷൻ മേധാവിക്കെതിരെ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. എറവ് പെരുമ്പുഴ പാടശേഖരത്തിനോട് ചേർന്നുള്ള KCBയുടെ പുതിയ ട്രാൻസ്ഫോർമർ ചാർജ് ചെയ്യുന്നതിന് മുന്നോടിയായി രാവിലെ മുതൽ പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. വൈകിട്ട് പുതിയ ട്രാൻസ്ഫോർമറിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോഴാണ് പ്രദേശത്തുള്ള ഒട്ടനവധി വീടുകളിൽ ഗൃഹോപകരണങ്ങളും വൈദ്യുതി ഉപകരണങ്ങളും അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ നശിച്ചത്. വിദഗ്ധർ ചെയ്യേണ്ട ജോലി കരാർ ജോലിക്കാരെ ഏൽപ്പിച്ചതാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ, വാഷിംഗ് മെഷീൻ, CCTV ക്യാമറകൾ, ഇന്റർനെറ്റ്, വൈഫൈ മോഡം, ഐഫോൺ ചാർജറുകൾ, സീലിംഗ് ഫാൻ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഉപയോഗശൂന്യമായത്. തട്ടിപ്പോയപ്പോ രാത്രി വെള്ളമില്ലാണ്ടായിപ്പോ പുതിയ മോട്ടോർ, എമർജൻസി ആയിട്ട് പുതിയ മോട്ടോർ എടുത്തു. ഇതുപോലെ ഈ ഭാഗത്ത് കുറെ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാത്രമല്ല, ഈ ഭാഗത്ത് കുറെ ആൾക്കാർ മോട്ടോർ പോയിന്റ്, TV പോയിന്റ്, ഫ്രിഡ്ജ് പോയിന്റ്. ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്താ നടപടിയെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപ മുതൽ ഈ ഭാഗത്ത് ഏരിയയിൽ പോയിട്ടുണ്ട്. TCV തൃശൂർ. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഓഫീസിലെ പൂട്ടും ഓഫീസിലെ അലമാരയുടെ പൂട്ടും കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVRും മോഷണം പോയി. ഇന്ന് പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത്. 2 പവനോളം സ്വർണവും 10,000 രൂപയിലധികവും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷവും ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തി തുറന്ന് പണം കവർന്നിരുന്നു. ദേശീയപാത കയ്പമംഗലം 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികരായ കയ്പമംഗലം സ്വദേശി കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യ, സൂരജിന്റെ പിതാവ് മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ AR സമീപമായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടി വീണ യുവതിയുടെ ദേഹത്തിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു.
കടൽ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് എക്സൈസ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം കടലിൽ പരിശോധന നടത്തി. ഫിഷറി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജ മദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു. ചേറ്റുവ മുതൽ കാപ്പിരിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. പരിശോധനയിൽ നിയമലംഘനം നടത്തി 2 വള്ളങ്ങൾ പിടിച്ചെടുത്തു. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കുത്താമ്പുള്ളിയെ വള്ളുവനാടുമായും മലബാർ മേഖലകളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവല്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ച് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്. കിഫ്ബി പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ 33.14 കോടി രൂപ അനുവദിച്ചു. ആകെ 3 പാലങ്ങളാണ് പദ്ധതിയിലുള്ളത്. പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലം, കുത്താമ്പുള്ളി ഭാഗത്തെ അനുബന്ധ റോഡിൽ വരുന്ന പാലം, ഇറിഗേഷൻ കനാലിന് കുറുകെ വരുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ പാലം എന്നിവയും പാലത്തിന്റെ അപ്രോച്ച് റോഡുമാണ് വിഭാവനം ചെയ്യുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരമായ 6.27 കോടി രൂപ പാലം നിർമ്മാണത്തിന് മുൻപ് കൈമാറി. നിലവിൽ സംരക്ഷണ ഭിത്തികളുടെ പ്രവൃത്തികൾ നടന്നുവരുന്നു. കാനയുടെ പണികളും നടക്കുന്നുണ്ട്. പെയിന്റിംഗ്, 2ാം ഘട്ട ടാറിംഗ് എന്നിവയും താമസിയാതെ തുടങ്ങും. ഒക്ടോബറിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, തിരുവല്ലാമല. യാത്രക്കാരുടെ സൗകര്യാർത്ഥം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ റിസർവേഷൻ ഓഫീസും ബുക്കിംഗ് ഓഫീസും സംയോജിപ്പിച്ചു. പ്രധാന കവാടത്തോട് ചേർന്ന ബുക്കിംഗ് ഓഫീസിലാണ് 2 കൌണ്ടറുകളും ഇനി മുതൽ പ്രവർത്തിക്കുക. ആദ്യ കൌണ്ടർ റിസർവേഷൻ ടിക്കറ്റുകൾക്ക് മാത്രമായുള്ളതാണ്. 2, 3, 4 കൌണ്ടറുകളിൽ റിസർവേഷൻ ടിക്കറ്റും സാധാരണ ടിക്കറ്റും ലഭിക്കും. എങ്കിലും 2ാമത്തെ കൌണ്ടറിൽ റിസർവേഷൻ ടിക്കറ്റിനും 3, 4 കൌണ്ടറുകളിൽ സാധാരണ ടിക്കറ്റിനുമാകും മുൻഗണന. കേരളത്തിന്റെ വ്യവസായ രംഗത്ത് സമാനതകളില്ലാത്ത നിക്ഷേപ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാതല നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം വിട്ട് നിക്ഷേപ സൌഹാർദ്ദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വണ്ടി പിടിച്ചു പോയവരൊക്കെ അതിനേക്കാൾ വേഗം വണ്ടി പിടിച്ച് തിരിച്ചു വരുന്നത് വളരെ അഭിമാനകരമായ നിമിഷമാണെന്നും ഇന്ത്യയിൽ വ്യവസായ സൌഹാർദ്ദത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇടമായി കേരളം മാറിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S. ഷീബ, KSSIA ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് A. മുളയ്ക്കൽ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ PR സിന്ധു, G. പ്രണബ്, KA ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. കേരളം മാറിയതിന്റെ അഭിമാനകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്. അതൊരു ദിവസം കൊണ്ട് വെറുതെ ഉണ്ടായിട്ടില്ല. KSU തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠന ക്യാമ്പ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന ക്യാമ്പിൽ KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് സിറിൽ I. ജോസഫ് അധ്യക്ഷത വഹിച്ചു. MLA MP വിൻസെന്റ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി APN വൈശാഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, DCC ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, ബൈജു വർഗീസ്, സജി പോൾ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി എന്നിവർ സംസാരിച്ചു. വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നില്ലേ എന്നുള്ള ഒരു ചിന്ത ഇന്ന് ഈ ക്യാമ്പിൽ നമുക്ക് കൈവരുന്ന ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി.
ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തയിലേക്ക്. അനുഭവങ്ങളുടെ സമ്പത്തുമായി ഫോട്ടോഗ്രാഫി രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ചാലക്കുടിയിലെ ജോയ് കല്ലിങ്ങൽ. നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ പകർത്താനായതിന്റെ ചാരിതാർത്ഥ്യമാണ് 70-ാം വയസ്സിലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജോയിയുടെ മുതൽക്കൂട്ട്. 20-ാം വയസ്സിൽ കോളേജ് പഠനകാലത്ത് തുടങ്ങിയതാണ് ക്യാമറയോടുള്ള കമ്പം. അന്നത്തെ ചാലക്കുടിയിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ പ്രതാപനുമായി പരിചയപ്പെടുകയും തുടർന്ന് ഒരു ക്ലിക്ക് 3 ക്യാമറ സ്വന്തമാക്കുകയും ചെയ്തു. തൃശൂർ പൂരത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പകർത്തിയായിരുന്നു തുടക്കം. പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചിത്രങ്ങളെടുത്തു. പഠനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി ശീലമാക്കിയ ജോയ് ചാലക്കുടിയിലെ അമ്പിളി സ്റ്റുഡിയോയുമായി ചേർന്ന് പ്രവർത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ജംഗ്ഷനിൽ സ്വന്തമായി സ്റ്റുഡിയോയും ആരംഭിച്ചു. സ്റ്റുഡിയോയ്ക്ക് നൽകിയ പൊന്നമ്പിളി എന്ന പേരിലാണ് പിന്നീട് ജോയ് അറിയപ്പെട്ടത്. അക്കാലത്തെ പോലീസ് ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു ജോയ്. മലക്കപ്പാറയിൽ കൊലപ്പെടുത്തിയ ടാക്സി ഡ്രൈവറുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ കൊക്കയിലിറങ്ങി സാഹസികമായാണ് എടുത്തത്. നോർത്ത് ചാലക്കുടിയിലെ സ്വീറ്റിയുടെ മരണം, തുരുത്തിപ്പറമ്പ് പള്ളിവികാരി ഫാദർ ജോബ് ചിറ്റിലപ്പള്ളിയുടെ കൊലപാതകം തുടങ്ങിയ പ്രമാദമായ കേസുകളിൽ പോലീസിനു വേണ്ടി ചിത്രങ്ങൾ പകർത്തി. അന്തരിച്ച നടൻ കലാഭവൻ മണി പൊന്നമ്പളി സ്റ്റുഡിയോയിൽ നിത്യസന്ദർശകനായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റായിരുന്ന ജോയ് ഇന്നും കോൺഗ്രസ് സഹയാത്രികനാണ്. TCV ചാലക്കുടി. 22 വർഷം മുൻപ് വിവാഹിതരായ ബ്രിട്ടീഷ് വംശജൻ ബോറിസ് ബാർക്കറും ഭാര്യ പറവൂർ സ്വദേശി ജിജിയും ഗുരുവായൂർ സായി മന്ദിരത്തിൽ വൈദിക വിധി പ്രകാരം താലികെട്ടി. ഗുരുവായൂർ സായി മന്ദിരത്തിലെ ഹോമകുണ്ഡത്തിലെ അഗ്നിസാക്ഷിയായാണ് സപ്തപതി വിവാഹം നടന്നത്. കേരളീയ വസ്ത്രം ധരിച്ചാണ് ബോറിസ് ജിജിയുടെ കഴുത്തിൽ മഞ്ഞച്ചിരടിൽ കോർത്ത് താലി ചാർത്തി തുളസിമാല അണിയിച്ചത്. മുളമംഗലം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സായി സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 399 വിഭവങ്ങളുമായി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മെഗാ ഓണസദ്യ ഒരുക്കി. BCom ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ സദ്യ ഒരുക്കിയത്. 2016 അൽ നിഷാൽ എന്ന അധ്യാപകന്റെ ആശയത്തിലായിരുന്നു ഈ മെഗാ സദ്യയുടെ ഉത്ഭവം. 2022 ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഈ വർഷം വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും വീടുകളിലാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത്. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകി. ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായ അവിൻ അമ്പി രുചിച്ചു നോക്കി എണ്ണിത്തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറി. വീഡിയോകളും ഇത്തരം രേഖകളും പരിശോധന നടത്തി ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും. വിവിധ ഇനം പായസങ്ങൾ, അച്ചാറുകൾ, ചമ്മന്തികൾ, വറവുകൾ, മധുരപലഹാരങ്ങൾ, പ്രധാന കറികൾ, സൈഡ് കറികൾ, സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ മെഗാസദ്യയുടെ ആകർഷണമായിരുന്നു. പൊതുജനങ്ങളും വിദ്യാർത്ഥികളുമായ 1000 പേർക്ക് സദ്യ ഒരുക്കിയിരുന്നു. MLA E.T. ടൈസൺ ചോറ് വിളമ്പി മെഗാസദ്യ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസഡർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, വേണുഗോപാല മേനോൻ, വിപിൻ പാറമേക്കാട്ടിൽ, സോണിയ ഗിരി, DYSP ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, കോർഡിനേറ്റർ CL സിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്ന് വെള്ളം വടക്കാഞ്ചേരി പുഴയിലേക്ക് ഒഴുക്കിവിട്ടത്. ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 60.32 മീറ്ററാണ്. 62.48 മീറ്ററാണ് ഡാമിലെ പരമാവധി ജലനിരപ്പ്. ഡാം തുറന്നതിനാൽ വടക്കാഞ്ചേരി, കേച്ചേരി, മൂക്കോല എന്നീ പ്രദേശങ്ങളിൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴയ്ക്ക് സാധ്യത. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കും ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ യെല്ലോ അലർട്ടാണ്. വാണിജ്യം. ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് 40 വർഷത്തെ പാരമ്പര്യവുമായി ഉപഭോക്താക്കളുടെ വിശ്വാസ്യതയിൽ ജൈത്രയാത്ര തുടരുന്ന ചോറിലെ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ ആകർഷകമായ ഡിസ്കൗണ്ടുകളും സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളുമായി ഓണാഘോഷത്തെ വരവേൽക്കാനൊരുങ്ങി. ഫർണിച്ചർ ഗ്രാമമായ ചൊവ്വൂരിൽ
ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് 3 ഷോറൂമുകൾ ആണുള്ളത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഗുണനിലവാരത്തിൽ മുൻപന്തിയിലാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും അഭിരുചിക്കിണങ്ങുന്ന ഡിസൈനുകളിൽ ഈട്ടി, തേക്ക്, മഹാഗണി തുടങ്ങിയ ഉയർന്ന ഗുണനിലവാരമുള്ള മരങ്ങളാൽ രൂപകൽപ്പന ചെയ്ത ഫർണിച്ചറുകളുടെ വിസ്മയ ശേഖരമാണ് ഈ ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ, കട്ടിൽ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, കിഡ്സ് ഫർണിച്ചറുകൾ, മാട്രസുകൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. രാജകീയത തുളുമ്പുന്ന ഫുൾ കവർ സോഫ സെറ്റുകൾ, ക്ലാസിക് ഫർണിച്ചറുകൾ, ന്യൂജൻ ഡിസൈൻ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതയാണ്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപമുള്ള പുതിയ ഷോറൂമിൽ ദേവസി പുല്ലോക്കാരൻ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ ഗ്യാരണ്ടി കാർഡോടുകൂടിയാണ് വിൽപ്പന നടത്തുന്നത്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം 3 ഷോറൂമുകളിലും EMI സൗകര്യം ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് മറ്റെവിടെയും ബ്രാഞ്ചുകളില്ലെന്ന് ഉടമ ദേവസി പുല്ലോക്കാരൻ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണം ഗ്രാമിന് 9,315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ്. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. MLA സ്ഥാനത്ത് തുടരും. തൃശൂരിൽ ലുലു മാൾ വരുന്നത് മുടക്കിയതിന്റെ തൊപ്പി പാർട്ടിയുടെ തലയിൽ വെക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യൂസഫ് അലി പറഞ്ഞ പാർട്ടി CPI അല്ലെന്നും ബിനോയ് വിശ്വം. ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രകുളത്തിലിറങ്ങിയ റീൽസ് ചിത്രീകരിച്ചത് ആചാരലംഘനമാണെന്ന് ദേവസ്വം. ക്ഷേത്രകുളത്തിൽ നാളെ പുണ്യാഹം നടത്തും. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. തൃശൂർ വെളിയന്നൂരിൽ 3 നില കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തി. പട്ടാമ്പി സ്വദേശി റിൻഷാദാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മണത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കഴിയുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയായി. നാളെ അത്തം. സമൃദ്ധിയുടെ പൂവിളിയുമായി പൂവിപണി ഉയർന്നു. തൃശൂർ തെക്കേ ഗോപുരം നടയിൽ നാളെ ഭീമൻ അത്തപ്പൂക്കളം ഒരുക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.